نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فإما يأتينكم مني هدى فمن تبع هداي فلا يضل ولا يشقى. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ പരമദയാലുവായ റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രസിദ്ധമായ ഒരു തോട്ടക്കാരുടെ കഥ നമ്മളൊക്കെ നിരവധി തവണ കേട്ടവരാണ്. ഒരു വലിയ തോട്ടക്കാരൻ തന്റെ മക്കൾക്ക് വിട്ടേച്ചു പോയ തോട്ടത്തിന്റെ കഥ. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ആ അനുഗ്രഹം അവർ മറന്നുപോയതുപോലെ, അനുഗ്രഹം ലഭിച്ച ആളുകൾ മറന്നു പോകുമ്പോൾ അവരെയും നമ്മൾ പരീക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തുടങ്ങുന്ന ആ വചനം നമ്മളൊക്കെ കേട്ടതാണ്. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമൂ ലയുസ്രിമുന്നഹാ മുസ്ബിഹീൻ. ഇന്നാ ബലൗനാഹും, നാം അവരെ പരീക്ഷിക്കും, കമാ ഏതുപോലെ, അസ്ഹാബൽ ജന്ന, ആ തോട്ടത്തിന്റെ ആളുകളെ പരീക്ഷിച്ചതുപോലെ. എന്താ തോട്ടത്തിന്റെ ആളുകൾ ചെയ്തത്? ഇത് അഖ്സമൂ ലയുസ്രിമുന്നഹാ മുസ്ബിഹീൻ, അവർ തീരുമാനിക്കുകയാണ്, അവർ ശപഥം ചെയ്യുകയാണ്, പ്രഭാത സമയത്ത് നമുക്ക് ആ തോട്ടത്തിൽ കയറി എന്ത് ചെയ്യാം? കൊയ്ത് കളയാം എന്ന്. അവർ ഒന്നും ഒഴിവാക്കി പറഞ്ഞില്ല. അതായത് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്നൊന്നും അവർ പറഞ്ഞില്ല. അങ്ങനെ അവർ തീരുമാനിച്ച് ഉറങ്ങിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തോട്ടത്തിന് ചുറ്റിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അതിനെ നാശം വിതച്ചു എന്നാണ്. ഏതുപോലെ ആയി? അത് കൊയ്തെടുത്തതുപോലെ ആ നിലക്ക് അത് നശിച്ചു പോയിരിക്കുന്നു.
അപ്പൊ ഇവര് രാവിലെ എഴുന്നേൽക്കുന്ന ആ സമയത്ത് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഇവർ പറയാണ് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി അവർ ആ സുബഹിയുടെ പ്രഭാതത്തിന്റെ സമയത്ത് പരസ്പരം വിളിക്കുകയാണ്. അനിഗദു അലാ ഹർസികും ഇൻ കുൻതും സാരിമീൻ. അനിഗദു, നിങ്ങൾ രാവിലെ പുറപ്പെടുന്നില്ലേ? അലാ ഹർസികും, നിങ്ങളുടെ തോട്ടത്തിലേക്ക്. എന്തിന്? ഇൻ കുൻതും സാരിമീൻ, നിങ്ങൾ അത് കൊയ്തെടുക്കാൻ വേണ്ടി ആ നിലക്ക് നിങ്ങൾ പോകുന്നില്ലേ? അന്ന് അവര് സുബഹിയുടെ ആ പ്രഭാതത്തിന്റെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. പക്ഷെ ആ സമയത്ത് അവരെന്താ ചെയ്യുന്നത്? അവര് ആ പോകുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത ഭയപ്പാടുണ്ട്. എന്താ കാരണം? അതാണ് അവർ സുബഹിന്റെ സമയത്ത് പറഞ്ഞത്. അങ്ങനെ നേരത്തെ അങ്ങോട്ട് പോകണം എന്ന് പറയാൻ കാരണം ആ ദിവസം ഏതെങ്കിലും ഒരു മിസ്കീൻ അതിലേക്ക് കയറി വരരുത്, അതുകൊണ്ട് നേരത്തെ പോയി കൊയ്തെടുക്കണം എന്നാണ് അവര് തീരുമാനിച്ചത്. അങ്ങനെ എന്ത് ചെയ്തു? അവര് അള്ളാനൊക്കെ മറന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തൊക്കെ മറന്നിട്ട് അവര് രാവിലെ പുറപ്പെടുകയാണ്. അലാ ഹർദിൻ ഖാദിരിൻ, അത് കൊയ്തെടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ഖാദിരീങ്ങളായി കഴിവുള്ളവരായി അവർ പുറപ്പെടുകയാണ്. പക്ഷെ എന്താ കണ്ടത്? ഫലമ്മാ റഔഹാ ഖാലൂ ഇന്നാ ലദാലൂൻ. അവിടെ എത്തി നോക്കുമ്പോഴാണ് ഫലമ്മാ റഔഹാ, അവർ അത് കണ്ടപ്പോ ഖാലൂ, അവര് പറഞ്ഞു ഇന്നാ ലദാലൂൻ, നമുക്ക് തെറ്റിപ്പോയോ? നമ്മുടെ തോട്ടം അല്ലേ വേറെന്തെങ്കിലും തോട്ടത്തിലാണോ കയറിയത്? നമുക്ക് തെറ്റിപ്പോയോ എന്ന് അവർ പറഞ്ഞു. ആ സമയത്ത് അവര് പറയണേ നമ്മള് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നമ്മള് വല്ലാത്ത ഒരു പരീക്ഷണത്തിന് വിധേയമായിരിക്കുന്നു. ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ. അവരിൽ മിതത്വം പാലിച്ച ആള് പറഞ്ഞത്രേ, നമ്മള് അള്ളാനൊന്ന് ഓർത്തിരുന്നുവെങ്കിൽ. ഖാലൂ സുബ്ഹാന റബ്ബനാ ഇന്നാ കുന്നാ ളാലിമീൻ. അവരെല്ലാവരും ആ സമയത്ത് പറയാണ്, അള്ളാഹുവേ, ഞങ്ങൾ നഷ്ടക്കാരായി പോയല്ലോ എന്ന്. എന്നിട്ട് അവർ പറയാണ് എന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാണ്. ഓരോരുത്തരും പറയാൻ തുടങ്ങി, നമ്മൾ അക്രമം ചെയ്തു പോയല്ലോ. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. നമ്മളെങ്ങാനും റബ്ബിലേക്ക് ഒന്ന് മടങ്ങിയിരുന്നുവെങ്കിൽ എത്ര നന്നായനെ. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, റബ്ബിനെ ഒന്നൊന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്ര നന്നായനെ എന്ന് അവർ പറഞ്ഞു. പക്ഷെ അല്ലാഹു പറയാണ്, കദാലികൽ അദാബു വലഅദാബുൽ ആഖിറതി അക്ബർ ലൗ കാനൂ യഅലമൂൻ. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ശിക്ഷ. അൽ അദാബ് വല അദാബുൽ ആഖിറതി, ഇനി ആഖിറത്തിലെ ശിക്ഷയോ അക്ബറു ലൗ കാനൂ യഅലമൂൻ, അവർ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വർദ്ധിച്ചതാണ് ആഖിറത്തിലെ ശിക്ഷ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞത് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രകൃതിയിലെ ഓരോന്നിനും കൃത്യമായ നിയതമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും വെച്ചു. അത് ചെയ്യേണ്ട മനുഷ്യൻ അവൻ അള്ളാനെ മറന്നിട്ട് അവൻ സ്വന്തമായി ചില കാര്യങ്ങളായിട്ട് തീരുമാനിച്ചു. അതിന്റെ ഫലം എന്തുണ്ടായി? അതിന്റെ ഫലം നാശമാണ് ഉണ്ടായത്. പലപ്പോഴും അങ്ങനെ തീരുമാനമെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇബ്ലീസാണ്. ഇബ്ലീസ് ഇങ്ങനെ പറയും, നഷ്ടാകെ, അത് നഷ്ടമാകും എന്ന് നമ്മളെങ്ങനെ പ്രേരിപ്പിച്ച് നമ്മളെ വല്ലാത്ത പേടിപ്പെടുത്തും ഇബ്ലീസ്. അപ്പൊ നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെ നമ്മൾ എടുക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ അവസാനം ഉണ്ടാകുക എന്താണ്? നാശാണ്. യഥാർത്ഥത്തിൽ ഈ ഇവിടെ തന്നിരിക്കുന്ന ഓരോ വിഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നിയമം എന്താ? നാമാണ് നിങ്ങൾക്ക് നൽകിയത്.
നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങളെടുത്ത് നിങ്ങൾ അതിന്റെ അവകാശികളുണ്ട്, ആ ആൾക്കാർക്ക് കൊടുക്കുകയും വേണം. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അത് മറച്ചു വെക്കാൻ, പിടിച്ചു വെക്കാൻ അവകാശം നിങ്ങൾക്കില്ല എന്നതാണ് പൊതുവായ തത്വം. ആ തത്വം അനുസരിച്ച് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മെച്ചം മാത്രമാണ് പടച്ച തമ്പുരാന്റെ അടുക്കൽ നമുക്ക് ഉണ്ടാകുക. നോക്കൂ, അങ്ങനെ കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അള്ളാഹുവിന്റെ ആ നിയമപ്രകാരം നമ്മൾ ജീവിച്ചത് കൊണ്ട് നഷ്ടമുണ്ടോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാ തസദ്ദഖ അഹദുൻ ബി സദഖത്തിൻ മിൻ തയ്യിബിൻ വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ്. ഒരാള് അയാൾക്ക് കിട്ടിയതിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അത് ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ത്വയ്യിബാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കും. മാത്രമല്ല, അവന്റെ വലത് കൈയിൽ നിന്ന് എന്തെങ്കിലും ഒരു തമ്പ്രാകട്ടെ അത് ചെലവഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫതറബ്ബു ഫീ കഫ്ഫിർ റഹ്മാൻ, അള്ളാന്റെ റഹ്മാന്റെ കൈകളിൽ അതിനെങ്ങനെ വളർത്തും. സുബ്ഹാനല്ലാഹ്. നോക്കി, നമ്മൾ തീരുമാനിക്കാണ് കുറഞ്ഞു പോവോ, ഞാൻ എന്തെങ്കിലും ചെയ്താൽ നഷ്ടായി പോവോ, ഞാൻ അത് പടച്ചതമ്പുരാന്റെ താല്പര്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെലവഴിച്ചാൽ അതിനെന്തെങ്കിലും നഷ്ടം സംഭവിക്കോ എന്ന് നമ്മൾ ഇങ്ങനെ തീരുമാനിക്കുക. ഇബ്ലീസിന് അതിനെന്ത് ചെയ്യുക, നമുക്കിങ്ങനെ പ്രേരിപ്പിക്കുക. പക്ഷെ അള്ളാഹ് പറയാണ്, നിങ്ങൾ അങ്ങനെ ഒരു ചെറിയ കാരക്ക മതി, അതങ്ങ് ദാനം ചെയ്ത് നോക്കി. റഹ്മാന്റെ കരങ്ങളിൽ പടത്തോനെ വളർത്താൻ. റബ്ബ് വളർത്തിയാൽ തളരൂലല്ലോ. എന്നിട്ട് പ്രവാചകൻ പറയാ, എന്നിട്ട് അത് എത്രയാകും? ഒരു വലിയ പർവ്വതത്തിന്റെ സമാനമാകുന്ന അവസ്ഥയുണ്ടാകും. കമാ യുറബ്ബി അഹദുക്കും ഖൽവത. ഈ ഖൽവത എന്നതിന് ചെറിയ രൂപത്തിലുള്ള മലകൾക്കാണ് ഇത് പറയാ. അല്ലെങ്കിൽ ഫസീലത, അല്ലെങ്കിൽ ഒരു നാക്കത്തെ ചെറിയ നാക്ക, ഒരു ഒട്ടകത്തിന്റെ ചെറിയ കുട്ടിയെ പോലെ ആ കുട്ടിനെ വളർത്തുന്നത് പോലെ പടച്ച തമ്പുരാൻ വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പൊ മെച്ചാണ്. അപ്പൊ റബ്ബിന്റെ തീരുമാനങ്ങളും റബ്ബിന്റെ ഇഷ്ടങ്ങളും നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നഷ്ടം ഉണ്ടാവില്ല. തോട്ടക്കാരെന്ത് ചെയ്തു, ഇതിന്ന് ആർക്കെങ്കിലും കൊടുത്താൽ നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് നേരത്തെ റബ്ബിനെ പോലും വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അവർക്കുണ്ടായത് നഷ്ടമാണ്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം, ഇന്ന് ലോക ജനസംഖ്യാ ദിനാണ്. എന്തുണ്ടായിച്ചാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ ചില നിയമങ്ങള് ചില ആളുകള് ദുനിയാവിലെ പലതും കണ്ടുകൊണ്ട് തരൂ, നമ്മൾ പറയുന്നത് പോലെ നിയമം നമ്മളാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിയമം ഉണ്ടാക്കാൻ തുടങ്ങി. നമുക്കറിയാം, ജൂലൈ 11-നാണ് ജനസംഖ്യാ ദിനമായി ആചരിക്കപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം 1989 ഇത് തുടങ്ങി. എന്തിനാ തുടങ്ങി? ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ സാഹചര്യത്തിലാണ് ജനസംഖ്യാ വർധനവിനെതിരെയുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം ഒരു ദിനാചരണം ആചരിക്കുന്നത്. അങ്ങനെ എത്തിയപ്പോ എന്തുണ്ടായി? ലോകത്ത് അവര് ഭയപ്പെട്ടത് 1968 പോൾ എർലിച്ച് എന്ന ഒരാള് അദ്ദേഹം പഠനം നടത്തിയിട്ട് ജനസംഖ്യാ ബോംബ് എന്നൊരു ബോംബ് ഇങ്ങനെ പുസ്തകത്തിൽ അദ്ദേഹം 1985 ആകുമ്പോഴേക്കും അദ്ദേഹം എഴുതാണ്, ആ ഒരു പഠനം നടത്തിയിട്ട് എഴുതാണ് 1985 ആകുമ്പോഴേക്കും ലോകത്ത് ജനസംഖ്യ വർദ്ധിച്ച് ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ലോകത്തുള്ള ജനപരിപ്പത്തെ എന്ത് ചെയ്യണം? പിടിച്ചു നിർത്തണം. എല്ലാവരും എന്ത് ചെയ്യണം? ആ ഒരു പ്രശ്നം ലോകത്തുടനീളം ചർച്ച ചെയ്ത് ലോകത്തെ ജനപ്പെരുപ്പം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തണം എന്ന് ആഹ്വാനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും നിർദ്ദേശങ്ങളും ലോകത്തുണ്ടായി. അങ്ങനെ എന്ത് ചെയ്ത്? സന്താന നിയന്ത്രണം വന്നു. നാം 2, നമുക്ക് 2, നാം 1, നമുക്ക് 1 എന്നിങ്ങനെ പല പ്ലാനിങ്ങുകളും നടത്തി മുന്നോട്ട് പോയി. ചില ആളുകൾ എത്രത്തോളം ഈ പ്ലാനിങ്ങില് ഈ ഗർഭപാത്രത്തിലെ കുട്ടി പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ചിലതിനെ ഭ്രൂണഹത്യ ചെയ്തു. എത്ര കുട്ടികളെയാണ് കൊന്നത്? അങ്ങനെ കൊന്നും ആ നിലക്കുമൊക്കെ മുന്നോട്ട് പോയി. അവസാനം ഇബ്ലീസും അവരോട് പറഞ്ഞു,
യഅദികുൽ ഫഖർ. ഈ ഇബ്ലീസ് ദാരിദ്ര്യത, നിങ്ങളുടെ ഈ വിഭവശേഷി എങ്ങാനും മനുഷ്യരെന്നാകെ ഇവിടെ വളർന്നു വരികയാണെങ്കിൽ വിഭവശേഷി ഇല്ലാതെയായി നിങ്ങൾ പട്ടിണിയിലാകും എന്ന് ഇബ്ലീസും പറയാൻ തുടങ്ങി. അപ്പൊ അവരെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഫലം എന്തുണ്ടായി? വൃദ്ധന്മാരുടെ എണ്ണം കൂടി, ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു, തൊഴിൽ രംഗത്ത് പ്രതിസന്ധി ഉണ്ടായി, വിവാഹം, പ്രസവം തുടങ്ങിയ കാര്യങ്ങളിൽ ആളുകൾക്ക് വല്ലാതെ പിറകോട്ട് പോയി. അവസാനം നമ്മുടെ നാട്ടിൽ വരെ ഉണ്ടായി. ഇപ്പൊ എന്തായി? നമ്മുടെ നാട്ടിൽ വരെ എത്തി. വിവാഹം എന്ന് പറയുന്നത് അത് വലിയ ഒരു പ്രയാസമുള്ള ഏർപ്പാടായി. പ്രസവം എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി. അങ്ങനെ മാറി മാറി ചിന്ത വന്നു. ഇപ്പൊ എന്തുണ്ടായി? ഇപ്പോ ലോകത്ത് ഇത് പറഞ്ഞ രാഷ്ട്രങ്ങൾ, റഷ്യയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ എന്തായി മാറി? ഇപ്പോ ജനസംഖ്യ കൂട്ടണം. നോക്കൂ, ജനസംഖ്യ കൂട്ടണം. എന്താ പറഞ്ഞത്? മിനിസ്ട്രി ഓഫ് സെക്സ് ഒരു ഡിപ്പാർട്ട്മെന്റ് ലോകത്തുണ്ടായി. ഒരു ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ഒരു മിനിസ്റ്ററി ഉണ്ടായി. ആ മിനിസ്റ്ററി ഉണ്ടാക്കാൻ കാരണം അവിടെ കുട്ടികളില്ല. ജോലിക്കിടെ എന്നിട്ട് പുതിയ സർക്കുലർ, ജോലിക്കിടെ ഇടവേളകൾ വരുമ്പോ ഇണചേരാൻ, കുടുംബത്തോടൊപ്പം നിൽക്കാൻ അവിടുത്തെ രാജ്യത്തിന്റെ പ്രസിഡന്റ് പറയണം രാത്രി 10 മണി മുതൽ ഇരുട്ടുക. രാത്രി 10 മണിക്ക് ശേഷം എവിടെയും ലൈറ്റ് ഇടണ്ട, എല്ലാരും ഉറങ്ങുക, എല്ലാരും വീട്ടിലുണ്ടാകുക. നൈറ്റ് ഓഫാക്കിയിട്ട് ഇണകളോടൊപ്പം ജീവിക്കാനുള്ള അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ശമ്പളം നിശ്ചയിച്ചു. നോക്കൂ, വിവാഹിതരാകുന്ന ആളുകൾക്ക് ആദ്യ പകലിൽ ചെലവഴിക്കാൻ 4395 രൂപയും ആദ്യ രാത്രികൾക്ക് 23,122 രൂപയും അങ്ങനെ തുടങ്ങി. പിന്നെ 18-നും 23-നും ഇടയിലുള്ള വിദ്യാർത്ഥിനികൾ ഗർഭിണിയായാൽ 1,00,000 രൂപ കുട്ടി ജനിച്ചാൽ 1,00,000 ഒരു ഗർഭിണിയായാൽ 1,00,000, കുട്ടി ജനിച്ചാൽ 10,00,000 കൊടുക്കാം എന്നുള്ള സർക്കുലർ ഇറക്കണം. എന്തുണ്ടായി? എന്ത് സംഭവിച്ചാല് ഇവിടെ അള്ളാഹു നിശ്ചയിച്ച ചില നിശ്ചയങ്ങള് നമ്മൾ ചിലത് പേടിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. മനുഷ്യൻ തന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഈ അള്ളാഹുവിന്റെ പ്രകൃതിയിൽ ഇടപെട്ടപ്പോ ഉണ്ടായതാ. ഇന്നിപ്പോ നിങ്ങൾ എല്ലാവരും പത്രം വായിച്ചിരിക്കും. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വായിച്ചു. അതുകൊണ്ടാണ് ദീർഘമായി അത് സംസാരിക്കാത്തത്. അതിലൊക്കെ പറയുന്നത് ജനസംഖ്യ കൂട്ടണമെന്നാണ്. അത്തരം രാജ്യങ്ങള് അതിനുവേണ്ടിയുള്ള ഭയങ്കരമായ ക്യാമ്പയിനുകളാണ്. എന്താ പ്രിയപ്പെട്ട സഹോദരികളെ ഇസ്ലാം പറഞ്ഞു? ഇസ്ലാം പറഞ്ഞു ഒരൊറ്റ ആൾക്കും ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടി. നോക്കൂ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുമ്പോ ഇവിടെ 51 കോടിയിലപ്പുറം ചതുരശ്ര മീറ്റർ വീതിയുള്ള ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ 51 അത്ര കോടിയിലധികം ചതുരശ്ര മീറ്റർ ഉള്ള ഇതിൽ ആദം നബി മാത്രമേ. പിന്നെ ഇങ്ങനെ വന്നു. ഇപ്പം 850 കോടി മനുഷ്യരായി. അത്രമാത്രം മനുഷ്യർ മരിച്ചും പോയി. എന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്താ? ഓരോരുത്തർക്കുള്ള ജീവൻ ഞാൻ ഏറ്റെടുത്തത്. നിങ്ങൾ എന്തിനാ ബേജാറാണ്? അള്ളാഹ് പറയാണ് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദാഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞത്. എന്ത്? റോഡിന്റെ പാർക്ക് ചെയ്ത വണ്ടി ഒന്ന് മാറ്റണം. അവിടെ റോഡിൽ ബ്ലോക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. റോഡിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ, മനുഷ്യരിലേക്ക് കൊടുക്കുന്ന ബോധം നമ്മളല്ല ഈ ഭൂമിയുടെ കസ്റ്റോഡിയൻ, അല്ലാഹു പറയാ വമാ മിൻ ദാബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ ഒരു ജീവിയുമില്ല ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിന്റെ റിസ്ക് പടച്ച തമ്പുരാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്നിട്ട് മാത്രമല്ല വയഅലമു മുസ്തഖറഹാ, അവൻ എവിടെയാണ് പാർക്കേണ്ടത്, വമുസ്തൗദാഹാ, അവൻ എവിടെയാണ് നിൽക്കേണ്ടത് എന്നത് പടച്ച തമ്പുരാന് കൃത്യമായ ബോധ്യമുണ്ട്. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം ഒരു വ്യക്തമായ വേദഗ്രന്ഥത്തിൽ ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര ലക്ഷം വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വിഭവം ഒരുക്കിയിട്ടാണ് ഈ ഭൂമിയെ അല്ലാഹു ഇവിടെ നിർത്തിയത്. ഇപ്പോ 800 കോടി കവിഞ്ഞിട്ടും എത്രയോ മണ്ണ് ബാക്കിയാണ്.
എത്രയോ മണ്ണ് ബാക്കിയാണ് മനുഷ്യരുള്ള ഇടം. ഒന്നൊന്ന് നമ്മളൊന്ന് ഡോട്ടിട്ട് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് ജീവിക്കാൻ ഇനിയും എമ്പാടും സ്ഥലങ്ങളുണ്ട് എന്നതാണ് ഈ ഭൂമിയുടെ പ്രത്യേകത. കാരണം അള്ളാഹു ഇതിനൊരു സന്തുലിതാവസ്ഥ വെച്ചിട്ടുണ്ട്. മനുഷ്യർ എത്രയുണ്ടോ അവർക്ക് മരണമുണ്ട്. ആ രൂപത്തിൽ ഇതിനെ കൃത്യമായി അള്ളാഹു മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളല്ല അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത്. നമ്മൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫളൻ വല്ലാഹു വാസിഉൻ അലീം. ശൈത്താൻ എന്ത് ചെയ്യും? നിങ്ങളെ ദാരിദ്ര്യം കൊണ്ട് ഭയപ്പെടുത്തും. എന്നാൽ അതുപോലെ നിങ്ങൾക്ക് ഫഹ്ശാ, തിന്മകൾ ചെയ്യാൻ അവരിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. വല്ലാഹു, എന്നാൽ അല്ലാഹു യഇദുകും, നിങ്ങളെ അല്ലാഹു പ്രേരിപ്പിക്കുന്നത് മഗ്ഫിറത്തിലേക്കാണ്, വഫളൻ, അല്ലാഹുവിന്റെ ശ്രേഷ്ഠതയിലേക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ സന്താനത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണം നിങ്ങൾ ഏർപ്പെടുത്തേണ്ട. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്, നിങ്ങൾ ഒരിക്കലും ഒരു കുട്ടിയെയും കൊല്ലാൻ പാടില്ല. വിശുദ്ധ ഖുർആന്റെ ലാ എന്ന് പറയുന്ന കൽപ്പന അത് ധിക്കരിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. അല്ലാഹു പറയാണ്, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. നമ്മൾ തീരുമാനിക്കാണ്, ഉറപ്പാണ് അതിന്റെ അനന്തരഫലം നമുക്ക് നാശാണ്. നേരത്തെ തോട്ടക്കാർ അവർ തീരുമാനിച്ചതാണ്, നാശം അവർക്ക് ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, വലാ തഖ്തു, അല്ലാഹു പറഞ്ഞതിന് നമ്മളെതിരായാലോ? ചില ആളുകൾ സ്കാൻ ചെയ്യാണ്, പെൺകുട്ടിയാണോ എങ്കിൽ അതിനെ അബോർഷൻ ചെയ്ത് കളയാം. ഓക്കെ, നമ്മളങ്ങ് തീരുമാനിക്കുക. എത്ര ഗുരുതരമായ തെറ്റാണ് പ്രിയപ്പെട്ടവരെ. ഇല്ല, പാടില്ല. അല്ലാഹു പറയാണ്, വലാ തഖ്തുലൂ ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. എന്തിന്റെ പേരിൽ? ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്. നഹ്നു നർസുഖുകും, നാമാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്. നർസുഖുഹും, അവർക്ക് ഭക്ഷണം നൽകിയത് നാമാണ്. വഇയ്യാകും, നിങ്ങൾക്കും ഭക്ഷണം നൽകിയത്. ഇൻ ഖതലഹും കാന ഖത്അൻ കബീറ, അങ്ങനെ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപമാണ്, വലിയ കുറ്റമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാം. എന്നിട്ട് അങ്ങനെ ചെയ്തിരുന്ന ഒരു സമൂഹത്തെ മുൻനിർത്തിയിട്ട് പെണ്ണുങ്ങളെ കുഴിച്ചു മൂടിയ ആ ഒരു സമൂഹത്തെ എടുത്തു പറഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുത്തത് ഇസ്ലാമാണ്. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ആ കുഴിച്ചു മൂടപ്പെടുന്ന പെണ്ണ് നാളെ ചോദിക്കപ്പെടും, എന്തിനാണുപ്പാ എന്നെ നിങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടിയത് എന്ന് ചോദിക്കുന്ന ഒരു ദിനം വരാനുണ്ട്. അതുകൊണ്ട് അത് പാടില്ലട്ടോ എന്ന് പഠിപ്പിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട് ഇബ്ലീസ് ഉണ്ടാക്കി തരുന്ന പേടിയിൽ നമ്മൾ നിയമങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു രാഷ്ട്രത്തിന്റെയും സമ്പത്ത് മനുഷ്യ വിഭവശേഷിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ജനം കൂടുന്നത് ക്ഷാമം ഉണ്ടാകുകയല്ല, ക്ഷേമമാണ് എന്ന തിരിച്ചറിവിലേക്കാണ് ഇസ്ലാം മനുഷ്യരെ കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം സ്വാർത്ഥ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസം എന്താ? നമ്മൾ ഇത്തരം സ്വാർത്ഥ ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞാൽ വിവാഹം വേണ്ട, പ്രസവം വേണ്ട, കുടുംബ ജീവിതം തന്നെ ഭാരമാണ് എന്ന അവസ്ഥയിലേക്ക് വരും. പ്രസവിക്കുവാനുള്ള സന്നദ്ധത പെൺകുട്ടികളിൽ നിന്ന്, ആ ഒരു ബോധം അവരിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ പതിയെ ഇല്ലാകും. ഉണ്ടാകുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഉണ്ടാകുന്നുണ്ട്. പാശ്ചാത്യർ പലപ്പോഴും അതിനെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ അവർ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി ഒരുപക്ഷെ നമ്മുടെ നാടിലേക്ക് ഇപ്പൊ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും. ആ ചിന്താഗതിയിലേക്ക് പുതിയ തലമുറ വരുമ്പോ അവർ അനുഭവിക്കാൻ പോകുന്നത് വലിയ ഒരു അരാജകത്വമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ വിവാഹം പുണ്യകരമാണ്, സംയോഗം പുണ്യകരമാണ്, മുലയൂട്ടൽ പുണ്യമാണ്, ദാമ്പത്യം പുണ്യമാണ്. ഇണകൾക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുക എന്നത് ഒരു ഭാരമുള്ള ഏർപ്പാടല്ല. ഒരു വീട്ടിൽ നിന്ന് ഒരു പിതാവ് രാവിലെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഇറങ്ങുന്നത് പടച്ച തമ്പുരാന്റെ തൃപ്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ, എല്ലാത്തിനും പുണ്യം പറഞ്ഞു, പ്രതിഫലം പറഞ്ഞു ഇസ്ലാം. അതാണ് ഇസ്ലാം. ഈ പ്രകൃതിയുടെ നിയമത്തെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ഇസ്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയിലെ ആളുകളോട് പറയാനുള്ളത്, തസവ്വദു
അൽ വദൂദ അൽ വലൂദ, നിങ്ങൾ നല്ലവണ്ണം സ്നേഹിക്കുന്ന നല്ലവണ്ണം പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കണം. ആ നിലക്ക് വിവാഹം ചെയ്യണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ, അള്ളാഹു പറഞ്ഞ ഈ നിയമങ്ങളെയും കാര്യങ്ങളെയും ഇഷ്ടത്തോടെ, എങ്ങനെ ഇഷ്ടത്തോടെ, പുണ്യം ലഭിക്കുമെന്ന, പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തോടെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്കുണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ ബർക്കത്താണ്. അതല്ല പടച്ച തമ്പുരാന്റെ നിയമങ്ങൾക്കെതിരാണ് നമ്മൾ പോകുന്നതെങ്കിലോ നമ്മൾ ദുഃഖിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, നമ്മൾ ഭയാനകമായ അപകടങ്ങളിലേക്ക് എത്തിപ്പെടും. വിശുദ്ധ ഖുർആൻ പറയാ, നമ്മളുടെ അടുക്കൽ നിന്ന് ഒരു ഹുദ നിങ്ങൾക്ക് വരും. പടച്ച തമ്പുരാന്റെ നിർദ്ദേശങ്ങളെ പിൻപറ്റി കഴിഞ്ഞാൽ വഴി തെറ്റുകയില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല. രണ്ട് കാര്യം പറഞ്ഞു. പടച്ച തമ്പുരാന്റെ നിയമങ്ങളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തോ എല്ലാ രംഗത്തും ഫലായൊന്നില്ലോ, തെറ്റിപ്പോകൂല. അയ്യേ എന്ന് പറയേണ്ടി വരില്ല. നമുക്ക് തോന്നും അയ്യേ എന്ന് പറയാനുള്ള മനസ്സ് ഇബ്ലീസ് നമുക്ക് ഉണ്ടാക്കി തരും. ഇല്ല, റബ്ബിന്റെ തീരുമാനല്ലേ, അൽഹംദുലില്ലാ എന്നിടത്തേക്ക് വിശ്വാസിയെത്തും, തെറ്റുകയില്ല. ഒരിക്കലും നിരാശപ്പെട്ടുകൊണ്ട് അവന് കഴിഞ്ഞുകൂടേണ്ട അവസ്ഥയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് റബ്ബിന്റെ നിയമങ്ങളെ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജുമുഅക്ക് വന്നവരാണ്. ഈ പ്രതിഫലം പൂർണ്ണമായി കിട്ടണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒന്ന് നേരത്തെ ഒരു ജുമുഅ നമുക്ക് അന്നത്തെ പ്രതിഫലം കിട്ടാൻ വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ നേരത്തെ ഒരുങ്ങി വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അള്ളാഹുവിന്റെ മലക്കുകൾ ഖുതുബ തുടങ്ങുമ്പോൾ, തുടങ്ങി കഴിയുമ്പോൾ സ്വാഭാവികമായും അവരാ രേഖ പൂട്ടി, പിന്നെ വരുന്ന ആളുകൾ ആ രേഖയിൽ ഉണ്ടാവുന്നത് മാത്രമല്ല പാപങ്ങൾ പുറത്തു കിട്ടാൻ ഇതൊരു മാർഗമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ. പ്രവാചകൻ ജുമുഅ ദിവസം റൂമിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന ആ സമയം റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി മിമ്പർമൽക്ക് ഇങ്ങനെ കയറി വന്ന് മിമ്പർമൽ ഇരുന്ന് കഴിഞ്ഞാൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖുത്ബ ആരംഭിക്കും. എന്നിട്ട് സ്വഹാബത്തിനോട് നബി പറഞ്ഞു, സൽമാൻ അൽ ഫാരിസി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഗ്സിലു റജുലുൻ യൗമൽ ജുമുഅതി വയതതഖറു മസ്തതഅ മിൻ തുഹ്രിൻ വയദ്ദഹിനു മിൻ ദിഹ്നിഹി. ഒരാള് കുളിച്ച് നല്ല ശുദ്ധിയായി എണ്ണൊക്കെ തേച്ച് ഔ യമുസ്സു മിൻ തീബിൻ ബൈതിഹി സുമ്മ യഖ്റുജു, പിന്നെ വീട്ടിൽ നിന്ന് അവന് എന്തെങ്കിലുമൊക്കെ സുഗന്ധങ്ങൾ പറ്റി അങ്ങനെ അവൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫലാ യുഫറഖു ബൈന ഇത്നൈനി സുമ്മ യുസല്ലി മാ ഖതിബ ലഹു സുമ്മ യുൻസിതു ഇദാ തകല്ലമ അൽ ഇമാമു ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅത്തി അൽ ഉഖ്റാ. അങ്ങനെ അവൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് വന്ന് ആളുകൾക്കിടയിലൂടെ തിക്കിത്തിരക്കി, രണ്ടാളുകളുടെ ചുമലിലൂടെ ചാടാതെ അങ്ങനെ 2 റക്അത്ത് നമസ്കരിച്ച് അവൻ ആ ഖുതുബ കേൾക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ വന്ന ഒരാൾക്ക് അവന് ഒരു ജുമുഅയുടെയും അടുത്ത ജുമുഅയുടെയും ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുക. ഇതൊക്കെ വലിയ പുണ്യാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ വളരെ സില്ലിയായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നേരെ പോക്കിനാകാതിരുന്നാൽ, ഇത് ഏതായാലും നമ്മൾ ഇവിടെ വരണം, ഏതായാലും നമ്മൾ ഇരിക്കണം, എങ്കിൽ എനിക്ക് ആ ദിവസത്തെ പുണ്യം കിട്ടണം എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകും. പലർക്കും പല നിലക്കുള്ള ജോലി കാര്യങ്ങളുണ്ടാവും. ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചാൽ ബാങ്കിന് മുമ്പെങ്കിലും എത്തണം എന്നുള്ളിടത്തേക്ക് നമ്മുടെ ഒരു മനസ്സ് എത്തിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കത് ലാഭമാണ്. ഇതുകൊണ്ട് വേറെന്തെങ്കിലും വെച്ച പള്ളിക്കുണ്ടാവില്ല. ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് അവനവന്റെ പരലോകമാണ്. നമുക്കറിയാം, ഇപ്പൊ ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, റഫീഖോ, നമ്മുടെ സഹോദരൻ ഇപ്പം അറ്റാക്കായി മരിച്ചു.
എത്ര 47 എത്ര വയസ്സുള്ളൂ, എപ്പോഴാണ് ഇത് എത്തുക എന്ന് അറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കിട്ടിയ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ കാര്യം രക്ഷപ്പെടുത്താൻ വേണ്ടി പരമാവധി ഇബാദത്തുകളെ ഒന്നുകൂടി എന്റെ ജീവിതത്തിന്റെ പോരായ്മകളെ നികത്തി നാളെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. ആ സഹോദരൻ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട്. ചിലപ്പോൾ വ്യത്യസ്തങ്ങളായ പ്രയാസം കാരണം പലപ്പോഴും വൈകിയ ആളുകൾ ഉണ്ടാവും. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും അത് കാണുന്നവനാണ്. അതുകൊണ്ട് ആ നിലക്ക് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും. പക്ഷെ വെറുതെ ഇരിക്കുന്നവരെയും അള്ളാഹു കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം ആളുകളിൽ ഉൾപ്പെടാതെ നമ്മൾ നേരത്തെ എത്തുന്ന ആളുകളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മളെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. റഹ്മാനായ നാഥ, അവർക്ക് മാനസികമായ സ്വസ്ഥത നൽകി നീ അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് കുടുംബങ്ങളിൽ കുട്ടികൾ രോഗികളായവർ, യുവാക്കൾ രോഗികളായ സ്ത്രീകൾ, അതുപോലെ അങ്ങനെ വീട്ടിൽ ഒരുപാട് പ്രയാസമുള്ള ആളുകൾ. റഹ്മാനായ നാഥ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഓരോ കുടുംബങ്ങളെയും നീ കാത്ത് രക്ഷിക്കുന്ന റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ വ്യത്യസ്തങ്ങളായ ജോലിയിൽ ഏർപ്പെട്ട ആളുകളാണ്, ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളുടെ ബിസിനസ്സിൽ, കച്ചവടത്തിൽ, ഏർപ്പാടുകളിൽ റഹ്മത്തിനെ, ബർക്കത്തിനെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. വീടുകളിൽ നിന്ന് നല്ല ഉദ്ദേശവുമായി ഇറങ്ങിയതാണ്. ഞങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുട്ടികൾ ഓരോ കരിയർ ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവരാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല കരിയർ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ പരലോകത്ത് ഇഹലോകത്തും ഞങ്ങൾക്ക് തുണയാകുന്ന കൺകുളിർമയുള്ള മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ നാഥ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രായം ചെന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അല്ലാഹുവേ, അവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.